ബി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനാപുരത്തെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നതാണ് കാണുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടതാണ്. ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വലിയ രീതിയിൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ നിൽക്കുന്ന കാഴ്ചയാണ്. സ്മൃതി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയിരിക്കുന്നു. അവർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൊടികളെല്ലാം പോലീസിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായാണ് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം അവസാനിച്ചത്. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അതിനെ എതിർത്തു. അതിനുശേഷം ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ കാലിന് പരിക്കേറ്റിരുന്നു. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി സമരവുമായി എത്തിയിരിക്കുന്നത്. ജയശങ്കർ, ഇന്ന് ഇപ്പോൾ പത്തനാപുരത്ത് പലയിടത്തായി പ്രതിഷേധം ആലോചിക്കുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷം ഏതായാലും ഇപ്പോൾ ഈ ഒത്തുതീർപ്പാക്കി എന്നുള്ള വാദത്തെ അംഗീകരിക്കുന്നില്ല. ധാർമ്മികമായി മന്ത്രിയായി തുടരാൻ ഗണേഷ് കുമാറിന് അർഹതയില്ല എന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. അതായത് സ്മൃതി, ഈ വിഷയം മന്ത്രി KB ഗണേഷ് കുമാർ സെറ്റിൽ ചെയ്തെങ്കിലും ഈ വിഷയത്തിൽ തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നിലവിൽ ആലോചിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോൾ മന്ത്രിയുടെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി ഇരച്ചെത്തിയത്. നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ വീണ്ടും ഈ വാർത്തയിലേക്ക് വരാം.